ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈത്തപ്പഴത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈത്തപ്പഴം നടുപൊളിച്ച് അതിനുള്ളിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് വെച്ച് നിറക്കാം. എന്നിട്ട് നമുക്ക് മൈദമാവിൻ്റെ കോട്ട് തയ്യാറാക്കാം. മൈദമാവിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കോട്ട് തയ്യാറാക്കി വെക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഈത്തപ്പഴം മൈദമാവിൽ മുക്കി നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ രുചികരമായ ഒരു ഈത്തപ്പഴ ഫ്രൈ ആണിത്. റംസാനിനും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾ തയ്യാറാക്കി കൊടുക്കൂ. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലുണ്ട്, നിങ്ങൾ പോയി കാണണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒന്ന് തന്നേക്കണേ, പ്ലീസ് മറക്കല്ലേ.